പത്തനംതിട്ടയിൽ താൻ ബി.ജെ.പി. സ്ഥാനാർത്ഥിയാകുമെന്ന വാർത്ത അസംബന്ധമെന്ന് പി.ജെ. കുര്യൻ. ബി.ജെ.പിയിൽ നിന്ന് ആരും തന്നെ സമീപിച്ചിട്ടില്ല. തന്നെ ആക്ഷേപിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. പത്തനംതിട്ടയിൽ മത്സരിക്കാൻ കോൺഗ്രസ് പറഞ്ഞതാണ്. തനിക്ക് താൽപ്പര്യമില്ലാത്തതിനാൽ മത്സരത്തിൽ നിന്ന് പിന്മാറിയതാണെന്നും പി.ജെ. കുര്യൻ പത്തനംതിട്ടയിൽ പറഞ്ഞു. അനന്തു രാമചന്ദ്രനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അനന്തു, ബി.ജെ.പിയിലേക്ക് പി.ജെ. കുര്യൻ പോകുന്നു. അവിടെ പത്തനംതിട്ടയിൽ പി.ജെ. കുര്യൻ ബി.ജെ.പി. സ്ഥാനാർത്ഥിയാകുന്നു എന്ന അഭ്യൂഹങ്ങളെയെല്ലാം എതിർത്തുകൊണ്ടുള്ള ഒരു വാർത്താ സമ്മേളനമാണോ പി.ജെ. കുര്യൻ നടത്തിയത്? സന്ധ്യ, തീർച്ചയായും പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥിയായി താൻ വരുന്നു എന്ന വാർത്ത അസംബന്ധമാണെന്നാണ് പി.ജെ. കുര്യൻ പറഞ്ഞത്. ഇതുവരെ ബി.ജെ.പിയിൽ ആരും തന്നെ സമീപിച്ചിട്ടില്ല. ആക്ഷേപിക്കാനുള്ള മനഃപൂർവ്വമായ ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. അതിൽ കോൺഗ്രസിലെ തന്റെ സുഹൃത്തുക്കൾ ഉണ്ടോ എന്ന് കൂടി സംശയിക്കുന്നതായും ഒരു പ്രധാനപ്പെട്ട ആരോപണം പി.ജെ. കുര്യൻ നടത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നെ ആരും സമീപിച്ചിട്ടില്ല എങ്കിൽ പോലും താൻ രാജ്യസഭാ ഉപാധ്യക്ഷനായിരുന്ന സമയത്ത് വലിയൊരു ഓഫറുമായി ബി.ജെ.പി. കേന്ദ്ര നേതൃത്വം തന്നെ സമീപിച്ചുവെന്നും ഈ അവസരത്തിൽ പി.ജെ. കുര്യൻ വെളിപ്പെടുത്തി. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, പത്തനംതിട്ടയിൽ കോൺഗ്രസിന്റെ ആര് സ്ഥാനാർത്ഥിയായാലും അയാൾ വിജയിക്കുമെന്നും പി.ജെ. കുര്യൻ പറഞ്ഞു. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ കെ.പി.സി.സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും തന്നോട് പറഞ്ഞതാണ്. അങ്ങനെയാകുമ്പോൾ ഇടുക്കിയിൽ ആന്റോ ആന്റണിക്ക് സീറ്റ് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ തനിക്കിപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് ഔദ്യോഗിക നേതൃത്വത്തിനോട് താൻ തന്നെയാണ് പറഞ്ഞത്. കോൺഗ്രസ് പാർട്ടിയിൽ ഉറച്ചു നിൽക്കും. ഇതിനു മുൻപ് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ഓഫറുകൾ വന്നപ്പോഴും താൻ പാർട്ടി മാറി ചിന്തിച്ചിട്ടില്ല. അതേ രീതിയിൽ തന്നെ തുടരും. ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് തന്നെ ആക്ഷേപിക്കാനുള്ള ഒരു ശ്രമമാണ് മാധ്യമങ്ങളോട് നടത്തുന്നത്. ചിലർ അത് പ്രചരിപ്പിക്കുകയാണ്. അല്ലാത്ത പക്ഷം ഈ വാർത്തയ്ക്ക് ഒരു അടിസ്ഥാനവുമില്ലെന്നും ഇത് കൃത്യമായി അസംബന്ധമാണെന്നും പി.ജെ. കുര്യൻ പറഞ്ഞു. സന്ധ്യ.